ഈ ആൾക്കാർക്ക് അറിയത്തില്ലാത്ത ഒരുപാട് കൂട്ടം കാര്യമുണ്ട്. നമ്മൾ സ്ഥലം വാങ്ങിക്കാനായിട്ടൊരു 200 രൂപ പത്രത്തിൽ നമ്മളൊരു ഇത് വെച്ചിട്ട് 50 ലക്ഷം രൂപ അഡ്വാൻസ് കൊടുത്തു, ചെക്ക് കൊടുത്തു. എന്നിട്ട് നമ്മൾ 20 കോടി കൂടെ കൊടുക്കണമായിരുന്നു. നമുക്ക് സമയത്ത് കൊടുക്കാൻ പറ്റിയില്ല. നമ്മൾ കൊടുത്തേക്കുന്ന പൈസ കണ്ടു കെട്ടാൻ പറ്റത്തില്ല. കിട്ടത്തില്ല എന്നൊക്കെ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും. കണ്ടു കെട്ടാനായിട്ട് പ്രൊവിഷനില്ല. സിവിൽ കോടതി ചെന്നാൽ പറയാം അത് പറ്റില്ല, എന്തെങ്കിലും മിസ്റ്റേക്കാണ്, നിങ്ങൾ പൈസ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ചു കൊടുക്കാൻ പറയും. ഓക്കെ. രണ്ടാമത്തെ കാര്യം, ഇത് രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ ഈ എഗ്രിമെൻറ്റ് വാലിഡിറ്റി ഇല്ല എന്നാണ് രജിസ്ട്രാർ പറയുന്നതും കോടതി പറയുന്നതല്ല. നിങ്ങൾ രജിസ്റ്റർ ചെയ്തില്ലല്ലോ, ഇത് 200 രൂപ പത്രമല്ലേ ഉള്ളൂ, സത്യമാണ്. പക്ഷേ എന്നും പറഞ്ഞ് കൊടുത്തേക്കുന്നത് ഇല്ലാതാകുകയോ കൊടുത്ത കാശ് ഇല്ലാതാകുകയോ ഇതിന് വില ഇല്ലാതാകുകയോ മാത്രം ഇല്ല. മാക്സിമം കോടതിക്ക് പറയാൻ പറ്റുന്നത് നീ 5 ഇരട്ടിയോ 10 ഇരട്ടിയോ കെട്ടി വെക്കണം. ഒരു ഡിസ്പ്യൂട്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ നീ ഇതിൻ്റെ 5 ഇരട്ടിയോ 10 ഇരട്ടിയോ കോടതിയിൽ പെനാൽറ്റി ആയിട്ട് കെട്ടി വെക്കണം എന്നും ഇത്രയും മാത്രമേ പറയാൻ പറ്റൂ.